ചെന്നിറങ്ങുമ്പോൾ തന്നെ നമുക്ക് മുകളിലോട്ട് നോക്കുമ്പോൾ തന്നെ പേടിയാവും. പക്ഷേ ഈ പാറയുടെ സൈഡിലേക്ക് ലിഫ്റ്റ് പോയിട്ടുണ്ട്. പക്ഷെ അവിടെ ഭയങ്കര ക്യൂ ആണ്. അപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചൊരു കാര്യം ചെയ്യാം, നമുക്ക് സ്റ്റെയർ വഴി പോകാമെന്ന്. സിമ്പിളാണെന്നും പറഞ്ഞ് ഏറ്റവും, പക്ഷെ എന്നാലും ബുദ്ധിമുട്ട്, ഒരു രസമുണ്ട് കയറിപ്പോകാൻ. പക്ഷെ അവിടെ അങ്ങനെ ആരും കയറിപ്പോകുന്ന കണ്ടിട്ടില്ല. പക്ഷെ ഞങ്ങളങ്ങ് ഏറ്റെടുത്തു. നമ്മൾ മലയാളികളല്ലേ. ആണ്ട ഈ ലിഫ്റ്റ് വഴി പോകാൻ വേണ്ടി ഭയങ്കര ക്യൂ ആണ്. പിന്നെ ഞങ്ങൾ നേരെ ആണ്ട ഈ കയറാനുള്ള പരിപാടിയാണ്. ഇത് പൊളി, ഇത് എനിക്ക് വൈബ്. ഇത് ഞങ്ങളുടെ വാച്ച് വെച്ചിട്ട് കയറാനുള്ള പരിപാടിയാ. ഞാൻ ഇങ്ങനെ കാണിച്ചേക്കാം കേട്ടോ. അളിയ ഇത് ഷമീറേ, ഇല്ല അവിടെ ക്യൂ ആ, ഭയങ്കര ക്യൂ ആണ്. അവിടെ ലാഭം ഉണ്ടാക്കുമല്ലോ, അവിടെ ക്യൂ ആ. അതാണ് അവരോട് പറഞ്ഞത്, ഇങ്ങനെ വീഡിയോ എടുക്കാൻ സമ്മതിക്കുന്നുണ്ടല്ലോ. ഇപ്പൊ ഇങ്ങോട്ട് വരും. നമ്മളിപ്പോൾ കയറി വന്നേക്കുന്ന ബ്രൗണ്. എന്നിട്ട് കയറി വരുമ്പോൾ തന്നെ അനീഷ് വീഡിയോ എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. എന്നിട്ട് ഇതാണ് സ്ഥലം. ഇതിൻ്റെ മുകളിലുള്ള ചെറിയ കാര്യങ്ങൾ കാണിക്കാം. ഫുള്ള് ഗുഹയാണ് കേട്ടോ. പല രീതിയിലുള്ള ബുദ്ധ പ്രതിമകൾ കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. കടക്കുന്ന ബുദ്ധയുണ്ട്. ഞങ്ങൾ മുകളിൽ കയറി നോക്കിക്കാണാം. അത് കയറാൻ തന്നെ വലിയ പാടാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഉണ്ട്, ഇപ്പം ഞങ്ങൾ ആ കടക്കുന്ന പ്രതിമ മുകളിൽ കയറിയേക്കുവാണ്. ബുദ്ധ പ്രതിമയുടെ താഴോട്ട് കേട്ടോ. ഇതൊരു പ്രത്യേക ഒരു സ്ഥലമാണ്. പോയി താഴെ തീർന്നു, ഭയങ്കര കല്ലുകളാണ്. ഇതാണ് താഴോട്ട്. അപ്പോൾ അവിടെ കയറുവാണ്, ഭയങ്കര റിസ്ക് ആണ് കയറുന്നതിന്. ഇത് പഞ്ഞിയല്ല, താഴെ പാറയാണ്. അവിടെ സൂക്ഷിച്ചിറങ്ങുക, സൂക്ഷിച്ച് കയറുക. ഇവിടെ കയറിയ പാട് കൊടാപ്പാട് തൊട്ട് ഇറങ്ങാൻ നമുക്ക് അടുത്ത ഏരിയയിലേക്ക് പോവാം. ഇത് ഏകദേശം ഇങ്ങനെ തന്നെയാണ്. എല്ലാം ഗുഹയുടെ സെറ്റാണ്. ഏകദേശമൊക്കെ ഇതേപോലെ കണ്ടു കഴിഞ്ഞ് ഇനി നമ്മൾ അടുത്തൊരു മാർക്കറ്റിലേക്ക് പോകണം. എനിക്കറിയത് എന്താ മാർക്കറ്റിൽ ചെന്ന പാടനെ കണ്ട ഇങ്ങനെ പറക്കുന്ന പക്ഷി പോലെ നല്ല രസമാണ് കേട്ടോ. അപ്പോൾ അത് നമ്മുടെ ഓർമ്മ തന്ന് അപ്പം ഇങ്ങനെ ജിജോച്ചാൻ ഇങ്ങനെ കറക്കിക്കൊണ്ടിരിക്കുകയാണ് പറക്കാൻ വേണ്ടിയിട്ട്. ഇതൊരു ഹാൻഡ് മെയ്ഡ്, ഇത് ഫുള്ള് വീട്ടിൽ. അപ്പം നമ്മുടെ അടുത്ത് കണ്ടെണ്ണം 100K 1,00,000 രൂപ. 1,00,000 രൂപ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇവിടുത്തെ ₹1 അവിടെ 270 രൂപയുണ്ട് കേട്ടോ. അതായത് 1 മില്യൺ കിട്ടണമെന്നുണ്ടെങ്കിൽ 4,000 രൂപ കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെ അവിടുത്തെ എമൗണ്ട് കാൽക്കുലേഷൻ. അപ്പോൾ അത് ഞങ്ങളിങ്ങനെ തിരിച്ചു വരുമ്പോൾ വാങ്ങാമെന്ന് പറഞ്ഞ് അവരടുത്ത് പറഞ്ഞിട്ട് നമ്മൾ പോയി. നേരെ പോയതൊരു വെറൈറ്റി, നല്ല ഒരു ഡ്രാഗൻ്റെ ഒക്കെ ഒരു ഇതുള്ള സംഭവം, നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ നേരെ അവിടെ പോയി. ഇത് നിൽക്കുന്ന അവിടെ തന്നെ ഒരു ഭയങ്കര ഒരു സംഭവമാണിത്. ഇത് നേരിട്ട് കാണേണ്ടതാണ്. നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോകാൻ പോവാണ്. ഈ സ്ഥലം കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി നമ്മുടെ നാട് ഫോർട്ട് കൊച്ചി എങ്ങനെയാണോ ഫോർട്ട് കൊച്ചി അതേപോലെ ഇരിക്കുന്ന വിയറ്റ്നാമിലൊരു സ്ഥലമാണിത്. പക്ഷേ ഇവിടെ വന്നപ്പോൾ അന്തരീക്ഷം മാറി. പക്ഷേ നല്ല രസമുണ്ട്. ഇതൊക്കെ കുറേ സ്ഥാപനങ്ങളുണ്ട് തൊട്ടപ്പുറത്ത്. അങ്ങനെ കുറേ കൂടുതലും ഈ പ്രതിമകൾ അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട്. പിന്നെ കളർ റെഡ് കൊണ്ടുള്ളൊരു പല പല വെറൈറ്റി കളറാണ്. ഇത് ഭയങ്കര ഒരു കളർഫുള്ളായിട്ട് നല്ല രസമില്ലേ കാണാൻ. അങ്ങനെ കളർഫുള്ളാണ്. തേങ്ങയുടെ വലിപ്പം കണ്ടില്ലേ, എന്നാ ഒന്നാ പോകും തേങ്ങയെന്നറിയാം.
ഞങ്ങൾ നേരെ പോകുന്ന ഒരു ബോട്ട് സർവീസാണ്. ഇതിപ്പോ നമ്മുടെ ഒബാമ പിന്നെ പുള്ളിക്കാരൻ പ്രസിഡന്റായിട്ട് പിന്നെ കഴിഞ്ഞതിന് ശേഷം പിന്നെ താമസിക്കുന്ന മൊത്തം ഇവിടെയാണ് ഒബാമ. ഒബാമ ഇപ്പോൾ നമുക്ക് അറിയുന്നതിനുണ്ടെ വിളിച്ചു നോക്കണം. ഇതാണ് ഒബാമ താമസിക്കുന്നത്. അതേപോലെ തന്നെ പല ഇതൊക്കെ നമ്മൾ തമാശയ്ക്ക് വേണ്ടി പറഞ്ഞാണ്. അപ്പോൾ ഈ പരിപാടി കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ രാത്രി ഒന്ന് ബീച്ചിലൊന്ന് ഇറങ്ങണം. അതിനു വേണ്ടിയുള്ള പരിപാടി നമുക്ക് ബീച്ചിലേക്ക് പോകാം. ഇപ്പോൾ നമ്മൾ ദനാങ് ബീച്ചിലാണ് വന്നത്. ചുമ്മാ ഒന്ന് റൂമിൽ നിന്ന് ബോറടിച്ചപ്പോൾ ഒന്ന് ഇറങ്ങിയതാണ്. നാളെ ഞങ്ങൾ ഇവിടെ നിന്നും വേറെ സ്ഥലത്തേക്ക് പോവാണ്. മോർണിംഗ് 6 o'clock ഫ്ലൈറ്റ്.